വ്യാപാര കരാറിന് തയ്യാർ, പക്ഷേ ആദ്യ ചുവട് ചൈന എടുക്കണം. ചൈനയുമായി വ്യാപാര കരാറിന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തുറന്ന മനസ്സാണെന്നും എന്നാൽ ചൈനയാണ് അതിനുള്ള ആദ്യ നീക്കം നടത്തേണ്ടതെന്നും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കാരലിൻ ലേവിറ്റ്. പന്ത് ചൈനയുടെ കോർട്ടിലാണ്. യുഎസുമായി വ്യാപാര കരാറിന് ചൈന നേരിട്ട് തയ്യാറാകണം. ചൈനയെ അങ്ങോട്ട് സമീപിച്ച് കരാറിന് ശ്രമിക്കേണ്ട ആവശ്യം തൽക്കാലം യുഎസിനില്ല. ചൈനയുമായി കരാറിന് സന്നദ്ധനാണെന്ന് പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും കാരലിൻ ലേവിറ്റ് പറഞ്ഞു. യുഎസിലേക്കുള്ള ഇറക്കുമതിക്ക് ചൈനയ്ക്ക് മേൽ 34% പകര ചുങ്കമാണ് ഡൊണാൾഡ് ട്രംപ് ആദ്യം പ്രഖ്യാപിച്ചത്. ചൈനയും അതേ നാണയത്തിൽ തിരിച്ചടിച്ചതോടെ ചൈനയുടെ മേൽ 104% പകര ചുങ്കം യുഎസ് ചുമത്തി. ഇതോടെ യുഎസ് ഉൽപ്പന്നങ്ങൾക്ക് ചൈന 84% പകര ചുങ്കമാണ് ചുമത്തിയത്. യുഎസിലേക്കുള്ള ഇറക്കുമതിക്ക് ചുമത്തിയ പകര ചുങ്കം കഴിഞ്ഞയാഴ്ച പ്രസിഡന്റ് ട്രംപ് 90 ദിവസത്തേക്ക് മരവിപ്പിച്ചെങ്കിലും ഇതിൽ നിന്ന് ചൈനയെ ഒഴിവാക്കിയ ട്രംപ് തീരുവ 145% ഉയർത്തുകയായിരുന്നു. യുഎസിനെതിരെ പകരച്ചുങ്കം ഏർപ്പെടുത്തിയ രാജ്യങ്ങൾക്ക് ആനുകൂല്യമുണ്ടാവില്ലെന്ന് പറഞ്ഞായിരുന്നു ട്രംപിന്റെ നടപടി. ഇതോടെ ചൈനയിലേക്കുള്ള യുഎസ് ഇറക്കുമതിക്ക് 125% പകരച്ചുങ്കം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് വൈറ്റ് ഹൌസിന്റെ പ്രതികരണം. ഇതിനിടെ യുഎസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് ചൈനയുടെ പ്രതിരോധ കരുത്തിനെപ്പറ്റി താക്കീത് നൽകി. ചൈനയുടെ കൈവശമുള്ള വൻ ഹൈപ്പർസോണിക് മിസൈൽ ശേഖരത്തെപ്പറ്റിയാണ് ഹെക്സത്ത് താക്കീത് നൽകിയിട്ടുള്ളത്. ചൈന വിചാരിച്ചാൽ ഈ മിസൈലുകൾ ഉപയോഗിച്ച് 20 മിനിറ്റിൽ യുഎസ് വിമാനവാഹിനി കപ്പലുകളെ തകർക്കാമെന്നും ഹെക്സത്ത് പറഞ്ഞു. ശബ്ദത്തിന്റെ 5 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്നവയാണ് ഹൈപ്പർസോണിക് മിസൈൽ. യുഎസ്, റഷ്യ, ചൈന, ഇന്ത്യ, ഇറാൻ എന്നിവയാണ് ഈ സാങ്കേതിക വിദ്യയുള്ള രാജ്യങ്ങൾ. വിമാനങ്ങളുടെയും മിസൈലുകളുടെയും മറ്റും വേഗത്തെ 4ആയി തിരിച്ചിട്ടുണ്ട്. സബ്സോണിക്, ട്രാൻസോണിക്, സൂപ്പർസോണിക്, പിന്നെ ഹൈപ്പർസോണിക്. ഉയർന്ന ഹൈപ്പർസോണിക് വേഗം പ്രയാസമാണെങ്കിലും കൈവരിച്ചിട്ടുണ്ട്. നാസ X-43, ബോയിങ് X-51, വേവൈഡർ തുടങ്ങിയ പ്രശസ്തമായ പരീക്ഷണ വിമാനങ്ങൾ ഈ വേഗം യാഥാർത്ഥ്യമാക്കിയവയാണ്. ബോയിങ്ങിന്റെ പ്രതിസന്ധി എന്താണ്? ചൈനയുടെ ബോയിങ് ബഹിഷ്കരണം യുഎസ് വ്യോമയാന വ്യവസായത്തിന് കനത്ത ആഘാതമാണ്. ബോയിങ്ങിന്റെ പ്രധാന വിപണികളിലൊന്നായ ചൈനയുടെ തീരുമാനം കമ്പനിയുടെ വരുമാനത്തെയും ഓഹരി മൂല്യത്തെയും ബാധിച്ചേക്കാം. ഈ നീക്കം മറ്റ് രാജ്യങ്ങളിലേക്കും വ്യാപിക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ഇനി ആഗോള പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഈ വ്യാപാര യുദ്ധം ആഗോള സമ്പദ് വ്യവസ്ഥയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. യൂറോപ്യൻ യൂണിയനും യുഎസിന്റെ തീരുവ നയങ്ങൾക്കെതിരെ പ്രതികരിച്ചിട്ടുമുണ്ട്. ഇന്ത്യ, ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുമായി യുഎസ് വ്യാപാര ചർച്ചകൾ തുടരുകയാണ്. എന്നാൽ ചൈനയുമായുള്ള ബന്ധം കൂടുതൽ വഷളാകുന്നത് ആഗോള വിപണികളിൽ അനിശ്ചിതത്വം വർദ്ധിപ്പിക്കുന്നുണ്ട്. കണ്ടറിയണം എന്താകും യുഎസ് ചൈന വ്യാപാര കരാറിൽ സംഭവിക്കുക എന്ന്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.